നമ്മുടെ ഇന്നത്തെ വീഡിയോ സിറ്റ് ഔട്ടിനൊരു ഹാൻഡ് റെയിൽ ചെയ്യുന്നതാണ്. അതിനു വേണ്ടിയുള്ള പൈപ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫ്രെയിം നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്. 2x2 പൈപ്പാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. തൊട്ട് താഴെയായിട്ട് 1.25 പൈപ്പും കുത്തനെ വരുന്നത് 1.25 പൈപ്പുമാണ്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് ഫ്രെയിം സെറ്റാക്കിയാണ്. സൈഡിൽ ജസ്റ്റ് ഒന്ന് 2 പീസ് വെച്ചിട്ട് സ്പോട്ട് അടിച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെയാണ് 1.25 വരുന്നത്. അപ്പോൾ അത് സെറ്റാക്കി എടുക്കുകയാണ്. താഴെ മുകളിലും 1.25 പൈപ്പും ടോപ്പിൽ 2 ഇഞ്ച് പൈപ്പുമാണ് വരുന്നത്. നമ്മളത് ഇതുപോലെ സെറ്റാക്കി എടുത്തു ആദ്യം. പിന്നീട് ലാസ്റ്റാണ് ഇതിൻ്റെ ടോപ്പിലേക്ക് വരുന്ന 2 ഇഞ്ച് പൈപ്പ് വെക്കുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് സിറ്റ് ഔട്ടിന് ഇതുപോലെയുള്ള വർക്കുകൾ തന്നെ വരുന്നുണ്ട്. മുമ്പ് അധികം സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെയാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇതുപോലെ പൈപ്പ് ഉപയോഗിച്ച് സാധാ GP പൈപ്പൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കുറേ കാലമായിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. 2 പൈപ്പ് തമ്മിലുള്ള ഗ്യാപ്പ്. സ്റ്റീലിൽ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. ചെറിയൊരു വ്യത്യാസം മാത്രമേ റേറ്റിൽ ഇത്രയും പൈപ്പ് അടുപ്പിച്ച് വെക്കുമ്പോൾ വരുന്നുള്ളൂ. അല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് ചെയ്യണം. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണെങ്കിൽ നമുക്കത് വേറെ കംപ്ലൈൻ്റ് ഒന്നും വരാനില്ല. 304 മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ചില സ്ഥലത്തൊക്കെ അപൂർവമായിട്ട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെ ചെയ്തതിന്. നമ്മളൊന്നും ചെയ്ത വർക്കുകൾക്ക് നമുക്ക് ഇതുവരെ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും 304 ഒക്കെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ തുരുമ്പൊക്കെ പിടിച്ചിട്ടൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് നമ്മൾ 2 ഇഞ്ച് സ്ക്വയർ വെക്കാൻ വേണ്ടി 1.25 തന്നെ ഒരു പൈപ്പ് കൊടുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിറ്റാക്കാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മളത് അവിടെ തന്നെ വെച്ച് ചെയ്യുമ്പോൾ ഇത് സൈറ്റിലേക്കൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ദിവസം അധികം എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളത് ഷോപ്പിൽ നിന്നാണ് പെട്ടെന്ന് തന്നെ സെറ്റാക്കാൻ പറ്റും. പിന്നീട് ഫിറ്റിങ്ങിന് മാത്രമേ പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ ടോപ്പിലേക്ക് നമ്മൾ ഇപ്പോൾ 2 പീസ് ആണ് വരുന്നത് സിറ്റ് ഔട്ടിൽ. അപ്പോൾ 2 പീസ് ഇതുപോലെ സെറ്റാക്കിയാണ്. ടോപ്പിലേക്ക് വരുന്ന പൈപ്പ് ഇതുപോലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ്. സൈഡിലത്തെ കാലം നമ്മൾ വെറുതെ അത് സെറ്റാക്കാൻ വേണ്ടി സപ്പോർട്ട് കൊടുത്താണ്. അപ്പോൾ അടുത്ത സൈഡിലേക്ക് വരുന്ന ചെറിയ പീസ് നമ്മൾ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ടോപ്പ് 1.5 വേണമെങ്കിൽ 1.5 സ്ക്വയർ വെക്കാം. നമ്മൾ 2 ഇഞ്ച് സ്ക്വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ അടിയിലേക്ക് 1 ഇഞ്ച് സ്ക്വയറൊക്കെ വെച്ചിട്ട് ചെയ്യാം. വേണമെങ്കിൽ 1/2 ഇഞ്ച് കുത്തനെ വെക്കുന്നതൊക്കെ 1/2 ഇഞ്ച് പൈപ്പോ അല്ലെങ്കിൽ 3/4 ഇഞ്ച് പൈപ്പൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടെ ചെറിയ പൈപ്പ് 1/2 ഇഞ്ച് അങ്ങനത്തെയൊക്കെ പൈപ്പാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി കിട്ടാൻ സാധ്യതയുണ്ട്.
ഇതിപ്പോൾ നമ്മളൊത്തിരി മോഡൽ അയച്ചു കൊടുത്താണ്, കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് നമ്മളിത് ചെയ്യുന്നത്. അവർക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സിറ്റൗട്ടിൽ ഇത് തന്നെ ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ള് നമ്മൾ ഗ്രൈൻഡിങ്ങൊക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് അടിയിൽ വരുന്ന കാലാണ്, സെൻറ്ററിൽ ഒരു കാലാണ് ഒരു പീസിന് വരുന്നത്, അടുത്തതിന് 2 കാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേസ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്, കൺസീൽഡ് ബേസാണ്. അപ്പോൾ വർക്ക് ഏകദേശം നമുക്ക് സൈറ്റിലുള്ള വർക്ക്, ഷോപ്പിൽ നിന്ന് ചെയ്ത വർക്കുകളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പീസ് പെയിൻ്റ് അടിക്കാനുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ബാക്കി അവിടെ നിന്നാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. സൈറ്റ് കുറച്ച് ലോങ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ട് നേരെ കൊണ്ടുപോയി ഒരു ഉച്ച ഒക്കെ, ഒരു രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു ഉച്ചക്കുള്ളിൽ തന്നെ തീരുന്നതാണ്. കാലെല്ലാം ഡ്രില്ല് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. നേരെ ഇതിൻ്റെ പെയിൻ്റ് അടിച്ച് പിന്നെ കാണിച്ചിട്ടില്ലായിരുന്നു, വലിയ പീസിൻ്റെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, ചെറിയ പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കയറ്റി നേരെ സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സൈറ്റ് എത്തി. ഇവിടെയാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. കുറച്ച് ഉള്ളിലായിട്ട് 2 തൂണ് കൊടുത്തിട്ട് അതിന് വീതിക്ക് 3 പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളതുകൊണ്ട് അത്രയും ആ ഒരു തൂണിന് സെൻറ്ററാക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 സൈഡിലേക്കും പുറത്തുനിന്ന് അത്രയും വിട്ടിട്ടാണ് ആ ഒരു ഏരിയ സെൻറ്ററാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ സിറ്റൗട്ട് ഒരു പീസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു പീസ് നമ്മളിത് ഫിറ്റിങ് ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. 2-3 കമ്പിയോളം നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് 2 ഇഞ്ച് വരുന്ന ഭാഗത്ത്. അതുപോലെ താഴോട്ട് വരുന്ന 1.25-നും നിലത്തേക്ക് കുത്തനെ വരുന്ന 1.25 പീസിനൊക്കെ നമ്മളിതുപോലെ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൽഡിങ് വരുമ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് ആയി. നമ്മളിവിടെ തന്നെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സൈറ്റിൽ തന്നെയാണ് നമുക്ക് നമ്മളെ ഒരു ലെവലിൽ ഷോപ്പിൽ നിന്നാണെങ്കിൽ ചെയ്യാൻ പറ്റും. മറ്റാണെങ്കിൽ നമ്മളിവിടെ വെച്ച് സെറ്റാക്കുമ്പോഴൊക്കെ ടൈലൊക്കെ ഫിനിഷായതാണ്. കൂടുതൽ ഇത് ടൈലൊക്കെ വൃത്തികേടാവാൻ സാധ്യതയുണ്ട് എത്ര കവർ ചെയ്തിട്ട് കഴിഞ്ഞാലും. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്കുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിന് ബേസ് കാര്യങ്ങളൊക്കെ സിമെൻറ്റ് വെച്ചിട്ട് കൺസീൽഡ് ബേസ് എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട്, എല്ലാം ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് പുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ ഒരു വീടാണ്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ലാസ്റ്റ് ചെയ്യുന്നതാണ്. ശരിക്ക് പെയിൻറ്റിങ് ഒക്കെ കഴിയുന്നതിന് മുമ്പേ ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമുക്ക് എവിടെയും തൊടാനും പറ്റില്ല. ഇത് ഡ്രില്ല് ചെയ്യുമ്പോൾ തട്ടുമ്പോൾ ഒക്കെ അവിടെയൊക്കെ വൃത്തികേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും പെയിൻ്റൊക്കെ ടച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഏകദേശം ഒരു വർക്ക് ഫിനിഷാവുന്നതിന് മുമ്പായിട്ട് ഇത് ചെയ്യുന്നതാണ്, പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്തരം വർക്കുകൾ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ അപ്പോക്സി പെയിൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരുന്ന പീസ് അവിടെ ഉണ്ടായിരുന്നതൊക്കെ ഒരു ബ്ലാക്ക് പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി. അടിഭാഗത്ത് നമ്മൾ 4 ഇഞ്ച് സ്കേർട്ടിങ് വരുന്നുണ്ട്. ആ ഒരു ഹൈറ്റാണ് അടിഭാഗത്ത് കൊടുത്തത്. അപ്പോൾ സ്കേർട്ടിങ് വരുമ്പോൾ അതിൻ്റെ അടുത്ത ബേസ് സ്കേർട്ടിങ്ങുമായിട്ട് തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഹൈറ്റ് അധികം കൊടുത്തിട്ടുണ്ട്. ഒരു ബേസ് തട്ടാത്തൊരു ഹൈറ്റും കൂടെ എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികളൊക്കെ വന്നാലും ചവിട്ടി കയറാനും അങ്ങനെ പറ്റില്ല. കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടായതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ എത്തി നോക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇതാണ്. അപ്പോൾ ഇത് ഫിറ്റിങ് കഴിയലും നല്ല മഴയായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നീട് കാര്യമായിട്ട് വീഡിയോ ഒന്നും അതിൻ്റെ കറക്റ്റ് ഫിനിഷിങ്ങുള്ള 2 വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.
ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.